അള്ളാഹു പ്ലാന്റ്സിന് സസ്യങ്ങൾക്ക് ജീവൻ മാത്രമാണ് കൊടുത്തത്. ആത്മാവും ബുദ്ധിയും ഒന്നും കൊടുത്തിട്ടേ ഇല്ല. മൃഗങ്ങൾക്ക് ജീവനും ആത്മാവും കൊടുത്തു, ബുദ്ധി കൊടുത്തിട്ടില്ല. മനുഷ്യനെ മാത്രമാണ് ജീവനും ആത്മാവും ബുദ്ധിയും എല്ലാം കൊടുത്ത് അള്ളാഹു സൃഷ്ടിച്ചത്. അറബി ഭാഷയിൽ ബുദ്ധിയെക്കുറിച്ച് അഖിൽ എന്ന് പറയുന്ന ആ പദം ശരിക്കും അതിനെ അന്വർത്ഥമാക്കുന്നുണ്ട്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവാനുള്ള മാനദണ്ഡവും ഈ അഖില് തന്നെയാണ്. അഖിലില്ലാത്തവർക്ക് ദൈവത്തിന്റെ കൽപ്പനയേ ഇല്ല, വിചാരണയില്ല. ഇത് അള്ളാഹുവിന്റെ നിയമപ്രകാരം ബുദ്ധി ഇല്ലാതെ വന്നു പോയിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ബുദ്ധി നഷ്ടപ്പെടുത്തിയവർ ആ സമയത്ത് അവർ ചെയ്യുന്നതിനെല്ലാം ഉത്തരവാദികളാവും എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ ദാഖലിന്റെ അടുക്കലേക്ക് മദ്യം കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നത് വല്ലതും തരൂ, കുറയ്ക്കുന്നത് എനിക്ക് വേണ്ട എന്നായിരുന്നു. അബ്ദുറഹ്മാൻ ദാഖലിന്റെ ഈ വാക്കുകളിൽ ശരിക്ക് വലിയ ലൈഫ് ലെസൺ ഉണ്ട്. ലഹരി തലക്കി പിടിക്കുന്ന ആ നിമിഷം മനുഷ്യൻ താൽക്കാലികമായി ബുദ്ധി നഷ്ടപ്പെട്ട് അവനേക്കാൾ താഴെ അള്ളാഹു പ്രതിഷ്ഠിച്ച മൃഗങ്ങളുടെ അതേ അവസ്ഥയിലേക്ക് സ്വയം താഴുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങൾക്ക് ബുദ്ധി നൽകാത്തത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, അതിനവർക്ക് വിചാരണയുമില്ല. എന്നാൽ എല്ലാ സൗകര്യങ്ങളും തന്നിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ബുദ്ധി നശിപ്പിച്ച് കളയുന്ന മനുഷ്യൻ ആ ലഹരിയുടെ അവസ്ഥയിൽ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങൾക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ചിലർ പറയും ടെൻഷൻ അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നൊക്കെ. ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ നമ്മൾ ലേലം വിളിക്കണം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് മൃഗങ്ങളെപ്പോലെ ജീവിക്കാനല്ലല്ലോ, മറിച്ച് ഭൂമിയിലെ ഏറ്റവും മികച്ച സൃഷ്ടിയായി അഷ്റഫുൽ ഖൽഖായി ജീവിക്കാനാണ്. നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, ചിന്താശേഷിയെ തകർക്കുന്ന ലഹരിയുടെ എല്ലാ വഴികളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. ആമീൻ.